സ്ത്രീധന സമ്പ്രദായത്തെ ഞാൻ അപ്പാടെ വെറുത്തിരുന്നു. അങ്ങനെയുള്ള പല പ്രപ്പോസലുകളും ഞാൻ നിരാകരിച്ചു. പക്ഷേ ഒരു ദിവസം ഞങ്ങൾ ചോദിച്ചത് വളരെ കുറവാ. ഷ്യാം ഒരു കമ്പ്യൂട്ടർ എഞ്ചിനീയർ അല്ലേ? 6000 രൂപയാ മാസ ശമ്പളം. ഷ്യാമിനെ പോലുള്ളവർക്ക് 300 പവനാ നിരക്ക്. നിരക്കൊക്കെ ശരി, പക്ഷേ നിങ്ങൾ പറഞ്ഞത്ര സ്വർണം തരാൻ എന്നെ കൊണ്ട് ഇപ്പൊ പറ്റില്ല. പിന്നെ എത്ര പറ്റും? 80. അത് വളരെ കുറവാണ്. 200 വേണ്ടെന്ന് വെക്കാം, അല്ലേ ശ്യാം? എല്ലാം അമ്മാവൻ തീരുമാനിച്ചാൽ മതി. ശരി, ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. 180. ബുദ്ധിമുട്ടാണ്. എന്നാ 160. അതും ബുദ്ധിമുട്ടാണെങ്കിൽ 150. അതിൽ നിന്ന് ഒറ്റ പവൻ കുറയാൻ പറ്റില്ല. അച്ഛാ, മകൾ വിളിക്കുന്നു. അവൾക്ക് എന്തെങ്കിലും അഭിപ്രായം പറയാൻ കാണും. അഭിപ്രായം പറയാൻ എന്താ, ചെറുക്കനെ അവൾക്ക് ഇഷ്ടമാണെന്ന് പറയാനായിരിക്കും. എന്താ മോളെ? അച്ഛാ, എനിക്ക് വിവാഹം ഇഷ്ടമല്ല. നിനക്ക് എന്താ ഇഷ്ടപ്പെടായിക? ചന്തയിൽ ലേലം വിളിക്കുന്ന പോലെയല്ലേ അയാൾ ശ്രീധരൻ ചോദിക്കുന്നത്. അതെല്ലാം കേട്ട് അയാൾ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഭാര്യയല്ല അയാൾക്ക് വേണ്ടത്, പൊന്നും പണവുമാണ്. എനിക്ക് ബന്ധം വേണ്ട. നിനക്ക് ഏത് ബന്ധം വന്നാലും ഇഷ്ടമല്ല ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ മതി. നിന്നെ ആർക്കെങ്കിലും കെട്ടിയെടുത്തൊന്ന് കൊടുക്കണ്ടേ? അച്ഛാ, ഇത്രയും പണത്തിന് അച്ഛൻ എവിടെ പോകും? ഉള്ളതെല്ലാം വിൽക്കും. പോരാത്തതിനിറങ്ങി നടന്ന് തെണ്ടും. പെണ്ണിനെ ജനിപ്പിച്ചു പോയില്ലേ, അതിനെ അന്തസ്സോടെ ഇറക്കി വിടാൻ എന്ത് ചെയ്യാനും ഞാൻ തയ്യാറാണ്. ഈ ഭാരം ചുമന്ന് നടക്കാൻ എനിക്ക് വയ്യ. ഞാൻ അത്രയ്ക്ക് ഭാരമാണോ അച്ഛാ? അതെ, ഭാരം തന്നെ. എന്റെ ഈ ചുമതല കൂടി ഇറക്കി വെച്ചിട്ട് വേണം എനിക്ക് കാശിയിൽ രാമേശ്വരത്തോ പോകാൻ. ഒരു നല്ല ബന്ധമാണിത്. ഇതും നിനക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഇന്ന് തന്നെ ഞാൻ എന്റെ ജീവിതം അവസാനിപ്പിക്കും. അച്ഛാ, എനിക്ക് സമ്മതമാണ് അച്ഛാ. മിനിക്ക് എന്നെ ഇഷ്ടപ്പെട്ടു. അച്ഛന്റെ ഇഷ്ടമാണ് എന്റെ ഇഷ്ടം. തറവാട്ടിൽ പിറന്ന പെൺകുട്ടികൾ അങ്ങനെയാണ്. എനിക്ക് അങ്ങനെയുള്ളവരെയാണ് ഇഷ്ടം. അതിനേക്കാൾ ഇഷ്ടമുള്ളത് മറ്റു പലതും ഉണ്ടല്ലോ. എന്റെ ശരീരത്തിലെ ഭാരം നിറക്കി വെക്കണം. ഭാരമോ? എന്ത് ഭാരം? ഈ ആഭരണങ്ങൾ ഒറ്റയ്ക്ക് ഇതിന്റെ എല്ലാം കൊളുത്തഴിക്കാൻ എനിക്ക് പറ്റില്ല. ഞാനിട്ടതല്ല, ഇട്ട് തന്നതാണ്. ഒന്ന് സഹായിക്കാമോ? സഹായിക്കാം. അല്ലെങ്കിലും രാത്രിയിൽ ആഭരണങ്ങളുടെ തടസ്സം തന്നെയാ. പൊന്നാണെങ്കിലും ശരീരത്തിൽ കുത്തിയാൽ വേദനിക്കും.
ഇനിയുമുണ്ട്. ഈ വേഷത്തിൽ നിങ്ങൾ എന്നെ പ്രതീക്ഷിച്ചില്ല അല്ലേ? സാധാരണ പുരുഷന്മാർക്ക് സ്ത്രീയുടെ നഗ്നത കാണാൻ കൊതി കാണുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ ആ നില വരെ എത്തിയിട്ടില്ല. ഇനി ഇതും കൂടെ അഴിച്ചോളൂ. എന്താ നോക്കുന്നത്? എന്തിനു വേണ്ടി കല്യാണം കഴിച്ചുവോ ആ വസ്തുക്കളെല്ലാം കിട്ടിയില്ലേ? എന്താണ് ഈ പറയുന്നത്? അല്ല, എന്നേക്കാൾ മോഹം പണത്തിനോടും ആഭരണത്തിനോടും ആയിരുന്നില്ലേ? ചോദിച്ചതെല്ലാം തന്ന് എന്റെ അച്ഛൻ നിങ്ങൾ എനിക്ക് വാങ്ങി തന്നതാണ്. അപ്പോ എന്റെ ഇഷ്ടം അനുസരിച്ചായിരിക്കണം നിങ്ങൾ നടക്കേണ്ടത്. മിനി, ഞാൻ നിന്റെ കഴുത്തിൽ താലി കെട്ടിയവനാണ്. സമ്മതിച്ചു. സ്വത്ത് വാങ്ങുമ്പോ മുദ്രപത്രത്തിൽ ഒപ്പുവെക്കുന്ന ഒരു പതിവുണ്ട്. സ്ത്രീധനം വാങ്ങുമ്പോ ആരും മുദ്രപത്രത്തിൽ ഒപ്പിടാറില്ല. സ്ത്രീയുടെ ശരീരമാണ് മുദ്രപത്രം. അതിൽ താലി കെട്ടി നിങ്ങൾ ഒപ്പുവെച്ചു. ഞാനിവിടെ വെറു രേഖയാണ്. നിങ്ങൾ നേടിയ സ്വത്തിന്റെ രേഖ. എടി, സ്ത്രീധനം വാങ്ങി വിവാഹം കഴിക്കുന്നത് നാട്ടു നടപ്പാണ്. നാട്ടു നടപ്പ്. ഒരു പുരുഷന്റെ കയ്യിൽ നിന്നും പണം വാങ്ങി ചില സ്ത്രീകൾ അവരുമായി ശാരീരിക ബന്ധം പുലർത്താറുണ്ട്. അവരെ സമൂഹം വിളിക്കുന്ന പേരെന്തെന്നറിയാമോ? വേശ്യ. എന്നാൽ സ്ത്രീയുടെ കയ്യിൽ നിന്നും പണം വാങ്ങി അവരുമായി ശാരീരിക ബന്ധം പുലർത്തുന്നവരെ എന്തു പേര് വിളിക്കണം? എടി, നീ എനിക്ക് അവകാശപ്പെട്ടതാണ്. അവകാശമോ? അവകാശം വിലയ്ക്ക് വാങ്ങിയ വ്യക്തിക്കാണ്. മനസ്സിലായില്ലേ? അപ്പോ ഞാൻ പറയുന്നത് നിങ്ങൾ അനുസരിക്കണം. പ്രത്യേകിച്ചും കിടക്കറിയില്ല. എനിക്കിഷ്ടമുള്ളപ്പോ ഞാൻ നിങ്ങളോട് പറയാം. അതുവരെ ഈ ആഭരണങ്ങളെയൊക്കെ കെട്ടിപ്പിടിച്ച് കിടന്നാ മതി.